Okay, next we have theorem 30, which is nested intervals. ആദ്യം ഞാൻ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് പ്രൂവ് ചെയ്യാം കേട്ടോ. If a sequence of closed intervals ക്ലോസ്ഡ് ഇൻ്റർവൽ എ എൻ ബി എൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ക്ലോസ്ഡ് ഇൻ്റർവെൽസിൻ്റെ കളക്ഷൻ എടുത്തിരിക്കുന്നത്. സച്ച് ദാറ്റ് ഈച്ച് മെമ്പർ എ എൻ പ്ലസ് 1, ബി എൻ പ്ലസ് 1 is contained in the അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സിംപിളൈസ് ചെയ്യുന്നത് കേട്ടോ. കണ്ടെയ്ൻഡ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ അകത്ത് കിടക്കും. പ്രിസീഡിങ് 1, അതായത് ഇത് തൊട്ട് മുമ്പുള്ള എ എൻ ബി എന്നിൻ്റെ അകത്ത് കിടക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഒരു കാര്യം കൂടെ അവർ പറയുന്നത് ലിമിറ്റ് ബി എൻ മൈനസ് എ എൻ ഇസ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ തിയറം നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ദെൻ there exists one and only one, there is only one and only one point common to all intervals of the sequence. അപ്പോൾ ഇതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. അപ്പം അതിനു മുമ്പ് ഈ തിയറം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് നെസ്റ്റഡ് ഇൻ്റർവെൽസ് ഉണ്ട്. ഓ മൈ ഗോഡ്, ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ എൻ ബി എൻ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർവെൽസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാലേ എ എൻ ബി എൻ ആരെ കണ്ടെയ്ൻ ചെയ്യുന്നു? തൊട്ട് അതിന് ശേഷം വരുന്ന എ എൻ പ്ലസ് 1, ബി എൻ പ്ലസ് 1 കണ്ടെയ്ൻ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് A1 B1 ഉള്ളിൽ ആര് വരും? A2 B2 എന്ന് പറയുന്ന ആൾ വരും. ഓക്കെ, ഇനി A2 B2നകത്ത് ആര് വരും? അതിന് ശേഷമുള്ള A3 B3 വരും. ഇതിന് ശേഷം വരുന്ന A3 B3 വരുന്നുണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന എല്ലാവരും വരും എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പം ഞാനിവിടെ ഒരു റിയൽ നമ്പർ സിസ്റ്റത്തിൽ ഞാനിവിടെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇത് എൻ്റെ A1, ഇതെൻ്റെ B1. അതിനകത്ത് ആര് വേണം? A2 B2 വേണം അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഞാൻ A2 B2നെ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും A1 is less than or equal to A2 ആണ്. ഓക്കെ, ഇനി അടുത്തത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇൻ്റർവെൽ A3 which is contained in A2 B2 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ A2നേക്കാളും വലുതാണ് A3. ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആയിരിക്കും നമ്മൾ A1 A2 A3 എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടായിരിക്കാം. വിച്ച് മീൻസ് ഇത് എങ്ങനത്തെ സീക്വൻസ് ആണ്? മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. നെക്സ്റ്റ് B1 B2 എടുത്താലോ? B1 ആണ് ഏറ്റവും വലിയ നമ്പർ. നമ്മുടെ റിയൽ നമ്പർ സിസ്റ്റം അനുസരിച്ച് ഇവിടെ 0 ആണെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്തെ നമ്പേഴ്സിനെ പറ്റിയൊക്കെ നമുക്ക് ധാരണയുണ്ടല്ലേ? ഇപ്പം 0 അല്ലെങ്കിൽ പോലും ലെഫ്റ്റിലുള്ളവർ എന്താണ്? ചെറിയ നമ്പേഴ്സ് ആണ് റൈറ്റിലുള്ളവരെക്കാളും. അത്രയും നമുക്കറിയാവുന്നതാണ് ബേസിക് കൺസെപ്റ്റ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുന്നത് B1 എന്ന് പറയുന്നത് ആരെക്കാളും വലുതാണ്? B2നേക്കാളും വലുതാണ്, B3നേക്കാളും വലുതാണ്. ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനത്തെ സീക്വൻസ് ആണ്? ഇതിങ്ങനെ ഡിക്രീസ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണെങ്കിൽ ഇതിനെ നമ്മൾ മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഇവിടെ നിന്ന് പറയാൻ പറ്റുന്ന കാര്യം, ഈ ആൾക്കാരുകളെല്ലാം, അതായത് A1 A2 A3 എന്ന് പറയുന്ന പോകുന്ന ആൾക്കാരുകളെല്ലാം തന്നെ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയിട്ടുള്ള സീക്വൻസും. ആൻഡ് അവർക്കൊരു ബൗണ്ട് പറയാൻ പറ്റും. നമ്മൾ ഏറ്റവും ലാസ്റ്റ് എവിടെ വന്ന് അവസാനിക്കും? ഒരു AN BN എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആര് കിടപ്പ് ഉണ്ടാവും? AN പ്ലസ് 1 BN പ്ലസ് 1 എന്ന് പറയുന്ന ആള് കിടപ്പുണ്ടാവും. ഇങ്ങനെ നമ്മൾ ഇന്റർവെൽസ് എടുത്തു പോവാണ് കേട്ടോ.
അപ്പൊ ഇവർക്ക് കോമൺ ആയിട്ട് ഒരാള് ഉണ്ടെങ്കിൽ അത് ആകെപ്പാടെ ഒരാളെ ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മളോട് പറയുന്നത്. ആൻഡ് ലിമിറ്റ് bn-an is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത്രയും ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ലിമിറ്റ് വാല്യൂ is 0. ആസ് n tends to infinity ഇവരെങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അതായത് ആസ് n tends to infinity എൻ്റെ an-ഉം bn-ഉം ഏകദേശം ഇങ്ങനെ തൊട്ടുരുമി പോലെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ്, an-ഉം bn-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? വളരെ ചെറിയ വാല്യൂ ആയിട്ടുള്ള 0 ആയിരിക്കും. അതായത് അവർ ഈക്വൽ ആകുന്ന ഒരു കൈൻഡ് ഓഫ് പോയിന്റ് വരെ നമുക്ക് ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകാം എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ? a1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു a2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവരെ ഇവിടെ വരെ പോവും, ഈ ഒരു സെന്റർ പോർഷൻ വരെ പോവുള്ളൂ. അത് ഇവിടെ നിന്ന് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഇവര് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് അതിന് ഒരു ബൗണ്ട് ഉണ്ടാകാൻ പറ്റും. അപ്പർ ബൗണ്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ a1 a2 ഒക്കെ എടുത്തു പോയി. ഇതിനെ നമുക്ക് ഏറ്റവും വലിയ നമ്പർ ആയിട്ടുള്ള b1 വെച്ചിട്ട് അതിനെ അപ്പർ ബൗണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും അല്ലെ. ഇത് ഇൻക്രീസ് ചെയ്ത് എവിടെ വരെ പോകും? ഈ an-ഉം bn-ഉം ഏകദേശം സെയിം ആകുന്ന പോയിന്റ് എവിടെയാണോ അവിടെ വരെ ഇത് പോവുള്ളൂ. ഓക്കെ, അപ്പം അതിനപ്പുറത്ത് കിടക്കുന്ന ഓരോ ബി വാല്യൂസും ഇതിന്റെ അപ്പർ ബൗണ്ടുകളാണ്. പക്ഷെ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്നത് b1 is an upper bound of this kind of a monotonically increasing sequence. അതുപോലെ തന്നെ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വരുന്ന സീക്വൻസുകളും നമ്മൾ പറഞ്ഞല്ലേ. b1 is greater than or equal to b2 is greater than or equal to ഇത് ഇങ്ങനത്തെ സീക്വൻസ് ആണ്, മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു ലോവർ ബൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? യെസ്, നമുക്ക് അതിനൊരു ലോവർ ബൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് എവിടെ വരെ ഡിക്രീസ് ചെയ്ത് പോകും? മാക്സിമം ഇവിടെ വരെ ഡിക്രീസ് ചെയ്ത് പോകുള്ളൂ. പക്ഷെ നമുക്ക് അപ്പൊ അതിനുശേഷം വരുന്ന ഓരോ എ വാല്യൂസും എന്താന്ന് പറയാം? ഇതിന്റെ ലോവർ ബൗണ്ടുകളാണെന്ന് പറയാം. അപ്പൊ ഇതില് ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് ഏറ്റവും ചെറിയ വാല്യൂ ആയിട്ടുള്ള a1-നെ നമുക്ക് ലോവർ ബൗണ്ട് ആക്കിയിട്ട് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇനി നമ്മളുടെ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് തിയറം പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആൻഡ് ബൗണ്ടഡ് എബവ് ഒക്കെ ആണെങ്കിൽ അത് കൺവേർജന്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആൻഡ് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ അതും കൺവേർജന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ? അതായത് ഈ കാണുന്ന a1 a2 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആക്കിയിട്ട് ഇതിനെ നമുക്ക് ചൂസ് ചെയ്യാം. ആൻഡ് വിച്ച് ഹാസ് ആൻ അപ്പർ ബൗണ്ട്, അതായത് ബൗണ്ടഡ് ബൈ എബവ് ആണെങ്കിൽ, എബവ് ആണ് b1 വെച്ച് എബവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കൺവേർജ് ചെയ്യും, ഈ സീക്വൻസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ആൻഡ് ഇത് കൺവേർജ് ചെയ്യുന്നത് ഒരു പോയിന്റിലേക്കാണ്. ഞാൻ സീറ്റ എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. ഓക്കെ, സീറ്റ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഞാനിവിടെ പറഞ്ഞു b1 b2 എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആയിട്ടുള്ള സീക്വൻസ് ആണ്, വിച്ച് ഇസ് ബൗണ്ടഡ് ബിലോ ആണ്. കാരണം ഇത് ഓൾറെഡി അപ്പർ ബൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ. b1 ഇസ് ദ അപ്പർ ബൗണ്ട്. അപ്പൊ നമുക്ക് ആകെപ്പാട് ലോവർ ബൗണ്ടിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഇതുപോലെ തന്നെയാണ് പ്രീവിയസ് കേസ്. മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ താഴ്ഭാഗം a1 വെച്ച് നമുക്ക് ബൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ മുകൾ ഭാഗം ബൗണ്ട് ചെയ്യുവാണെങ്കിൽ അതൊരു ബൗണ്ടഡ് സീക്വൻസ് ആയിട്ട് മാറും. മോണോട്ടോണിക് സീക്വൻസ് പ്ലസ് ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജന്റ് ആണെന്നാണ് മോണോട്ടോണിക് സീക്വൻസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ പഠിക്കുന്ന ഒരു നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ള തിയറം. ഓക്കെ, അപ്പൊ അതിവിടെ നമുക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ കറസ്പോണ്ടിങ് സീക്വൻസും എന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. എവിടേക്ക് കൺവേർജന്റ് ആയിരിക്കും? ഈറ്റ എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് കൺവേർജന്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ള വേറൊരു കാര്യമാണ് ലിമിറ്റ് bn-an is equal to 0. ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലിമിറ്റ് an എന്ന് പറയുന്ന സീക്വൻസ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? സീറ്റ. ആൻഡ് ലിമിറ്റ് bn എന്ന് പറയുന്ന സീക്വൻസ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ഈറ്റ. ഓക്കെ, ഇത്രയും കാര്യങ്ങളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി തന്നിട്ടുള്ള കാര്യം, ഗിവൺ ആയിട്ടുള്ള കാര്യം എന്താണ്? ലിമിറ്റ് bn-an എന്ന് പറയുന്നത് എന്താണ്? 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം ലിമിറ്റിന്റെ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ലിമിറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എല്ലായിടത്തോട്ടും കൊണ്ടുപോകാനായിട്ട് പറ്റും. എവിടെയൊക്കെയാണ് n ഉള്ളത് അവിടത്തോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും. സോ ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ലൈക്ക് ദിസ് ആൻഡ് ലിമിറ്റ് bn as eta minus theta is equal to 0 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇവിടെ നിന്ന് ഇനി എന്ത് കിട്ടും? ഈറ്റ ആൻഡ് സീറ്റ ആർ ദ സെയിം എന്ന് പറഞ്ഞിട്ട് കിട്ടും. വിച്ച് മീൻസ് ഇവർ തമ്മിൽ മൂവ് ചെയ്ത്, അതായത് ഈ ബി എന്നിന്റെയും എ എന്നിന്റെയും ലിമിറ്റ് 0 ആകുകയാണെങ്കിൽ ഇവര് മൂവ് ചെയ്യുന്ന ഏത് ലിമിറ്റിലേക്കാണോ ആ ലിമിറ്റ് രണ്ടുപേർക്കും സെയിം ആണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് രണ്ടുപേർക്കും സെയിം ലിമിറ്റ് ആണ് വരുന്നത്. ഇനി ആ ലിമിറ്റാണ് ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ആ ഒരു കറസ്പോണ്ടിങ് വൺ ആൻഡ് ഓൺലി വൺ പോയിന്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? ഇതിന്റെ ഇടയിൽ ആകെപ്പാട് ഒരൊറ്റ പോയിന്റേ കിടപ്പുള്ളൂ എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവരുടെ ലിമിറ്റുകൾ സെയിം ആണ്. അപ്പം ഈറ്റയും സീറ്റയൊക്കെ സെയിം ആയ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്, ഇപ്പം എ എന്നിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സീറ്റയാണ് അല്ലെ, അതുപോലെ ബി എന്നിന്റെ ലിമിറ്റ് എന്ന് പറയുന്നതും സെയിം സീറ്റ തന്നെയാണ്. വിച്ച് മീൻസ് എ എൻ എന്ന് പറയുന്നതിന്റെ അപ്പർ ബൗണ്ടിലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്, വിച്ച് ഇസ് സീറ്റ. അതെ, ഓക്കെ, ഇത് ഇതിന്റെ അപ്പർ ബൗണ്ടിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ബി എന്നിന്റെ പ്രത്യേകത എന്താ? ബി എൻ എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണ്. അപ്പൊ അത് എവിടേക്കാണ് മൂവ് ചെയ്യുന്നത്? അതിന്റെ ലോവർ പോർഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്, വിച്ച് ഇസ് അഗൈൻ സീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കാര്യം എന്താണെന്നറിയോ? എ എൻ എന്ന് പറയുന്ന സീക്വൻസുകളിലെ എല്ലാവരുടെ അപ്പർ ബൗണ്ട് ആരാണ്? സീറ്റയാണ്. സീറ്റ എന്ന് പറയുന്നത് എല്ലാ ബി എന്നുകളുടെയും എന്താണ്? ലോവർ ബൗണ്ട് ആണ് ഫോർ എവ്രി എൻ. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താ? എല്ലാ എന്നുകളുടെയും ഇടയിൽ, അതായത് A1-ന്റെയും B1-ന്റെയും ഇടയിൽ ആരുണ്ട്? സീറ്റയുണ്ട്. n is equal to 2 അപ്ലൈ ചെയ്ത A2-ന്റെയും B2-ന്റെയും ഇടയിൽ ആരുണ്ട്? സീറ്റ ഉണ്ട്. ഓക്കെ, n is equal to 3 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ A3-യുടെയും B3-യുടെയും ഇടയിൽ ആരുണ്ട്? സീറ്റ ഉണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എന്നുകളുടെയും ഇടയിൽ ആരാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് ഇതിന്റെ ഉള്ളില് ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എല്ലാവർക്കും കൂടെ ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റ് ആണ് സീറ്റ. അപ്പം എനിക്കിവിടെ ഒരു പോയിന്റ് ആണോ ഒന്നിൽ കൂടുതൽ പോയിന്റ് ആണോ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് അറിയില്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ടു പ്രൂവ് ദ യൂണീക്നെസ്, ഒരെണ്ണേ ഉള്ളൂ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു പോർഷനും കൂടെ നമുക്ക് നോക്കണം. അപ്പൊ യുണീക്നെസ് പ്രൂവ് ചെയ്യുന്നത് എപ്പോഴും ഒരെണ്ണേ ഉള്ളൂ എന്ന് പറയണമെങ്കിൽ നമ്മൾ രണ്ടെണ്ണം എടുക്കും അല്ലെ. ലെറ്റ് സീറ്റ 1 ആൻഡ് സീറ്റ 2 ആർ ദ 2 common points. Okay, common points. Note that zeta 1 and zeta 2 is not equal. രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. ആൻഡ് മോർ ഓവർ സീറ്റ 1 is greater than സീറ്റ 2. അങ്ങനെ ഒരു കണ്ടീഷനും കൂടെ ഞാൻ എടുത്തു വെക്കുകയാണ്. എനിക്കറിയാവുന്ന കാര്യം എന്താ? ഇതിന്റെ എല്ലാ എ എന്നുകളെക്കാളും വലുതായിരിക്കും എൻ്റെ സീറ്റ വാല്യൂ. അപ്പൊ ഞാൻ ഈ സീറ്റ 2 എന്ന് പറയുന്ന വാല്യൂ എടുക്കുകയാണ് അല്ലെ. അതിനേക്കാളും വലുതല്ലേ സീറ്റ 1. ഇതിപ്പോ നേരെ തിരിച്ചെടുത്താലും ഓക്കെയാണ് കേട്ടോ. സീറ്റ 2 വിച്ച് ഇസ് ലെസ് ദാൻ, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആരെക്കാളും? സീറ്റ 1-നേക്കാളും സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ ഫോർ എവ്രി എൻ. ഓക്കെ, നോക്കൂ, എല്ലാ എ എന്നുകളും വലുതുകളാണ് സീറ്റകൾ, ബി എന്നിനേക്കാളും ചെറുതുകളാണ്. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഇവിടുത്തെ ഒരു കണ്ടീഷൻ നോക്കിയോ. 1 ലെസ് ദാൻ 2 ലെസ് ദാൻ 3 ലെസ് ദാൻ 4 ആണെങ്കിൽ ഇവര് തമ്മിലുള്ള സബ്ട്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് ബി എൻ മൈനസ് എ എൻ എന്ന് പറയുന്നത് സീറ്റ 1 മൈനസ് സീറ്റ 2-നേക്കാളും ആയിരിക്കും. ലൈക്ക് ഈ അറ്റത്ത് കിടക്കുന്ന ആൾക്കാർ അല്ലെ, ഇത് ഏറ്റവും വലിയ വാല്യൂ, ഇത് ഏറ്റവും ചെറിയ വാല്യൂ, ഇവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നത് ഇവരെക്കാളും വലുതായിരിക്കും. നമുക്ക് നോക്കാം, ഇതെല്ലാ നമ്പേഴ്സിനും സെയിം ആണ്. അതൊരു ലോജിക്ക് യൂസ് ചെയ്താൽ മതി. ഏറ്റവും വലിയ നമ്പറും ഏറ്റവും ചെറിയ നമ്പറും അവർ തമ്മിലുള്ളതായിരിക്കും ഏറ്റവും മാക്സിമം വാല്യൂ വരുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ഈ മീൻ്റെയും മോഡിൻ്റെ ഒക്കെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഒക്കെ എടുക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. മീഡിയൻ വെച്ചിട്ടുള്ളത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും മാക്സിമം വാല്യൂ കിട്ടുന്നത്. അങ്ങനെയൊക്കെ സ്റ്റാറ്റിൽ പഠിക്കുന്നതാണ്. ആ സെയിം കൺസെപ്റ്റാണ് ഇവിടെയും വന്നിട്ടുള്ളത്. 4 - 1 എന്ന് പറയുന്നത് 3 - 2-നേക്കാളും വലുതായിരിക്കും. ഇത് 3 ആണ്, ഇതിന്റെ ആൻസർ ഇസ് 1 ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇതെപ്പോഴും ഗ്രേറ്റർ ദാൻ ആയിരിക്കും.
ഇനി ഈ ബി എൻ മൈനസ് എ എൻ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 0 ആണ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ ഞാനിവിടെ ആ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ലിമിറ്റ് എടുത്ത് കൊടുക്കുകയാണ്. ഇവിടെയും ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഇവിടെ ലിമിറ്റ് ഒരു പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ കോൺസ്റ്റൻസ്. എന്നുള്ളിടത്താണ് ഞാൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റൻസ് ആണ് വരുന്നതെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. സോ ബി എൻ മൈനസ് എ എൻ എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഇതെന്ന് പറയുന്നത് θ1 മൈനസ് θ2 എന്നായിരിക്കും കിട്ടുന്നുണ്ട്, വിച്ച് ഇസ് ലെസ് ദാൻ 0 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇത് പോസിബിൾ ആയിരിക്കോ? ഇവിടെ നിന്ന് എന്താ കിട്ടാൻ പോകുന്നത് അറിയോ? ഈ മൈനസ് θ2 ഇങ്ങോട്ടേക്ക് എടുത്തേ. അപ്പൊ θ1 ഇസ് ലെസ് ദാൻ θ2, അതായത് θ2 ഇസ് ഗ്രേറ്റർ ദാൻ θ1. അതാണോ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കണ്ടീഷൻ? θ2 ഇസ് ലെസ് ദാൻ θ1 ആണ്. അപ്പൊ ഇതെന്താണ് കാരണം? കോൺട്രഡിക്ഷൻ വരാനുള്ള റീസൺ എന്താ? നമ്മൾ 2 കോമൺ പോയിന്റ് ഉണ്ട് എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനാകെപ്പാടെ എത്ര പോയിന്റ് ഉണ്ടായിരിക്കുള്ളൂ? ഒറ്റ കോമൺ പോയിന്റ് ഉണ്ടായിരിക്കുള്ളൂ, വിച്ച് ഇസ് സീറ്റ എന്ന് മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. ക്ലിയർ? ഈ തിയറം പറയുന്നത് കാൻഡേഴ്സ് ഇന്റർസെക്ഷൻ തിയറം ഫോർ റിയൽ ലൈൻ എന്നാണ് അതിന്റെ പേര് വരുന്നത്. അപ്പം ഈ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള തിയറത്തിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോം എന്നൊക്കെ ഇതിനെ വേണമെങ്കിൽ വിളിക്കാം. കാരണം അവിടെ നമ്മൾ കുറച്ച് ഒരു ഇന്റർവെല്ലിനെ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇന്റർവെല്ലിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിയൽ ലൈനിൽ. പക്ഷെ ഇത് എൻ്റെ റിയൽ ലൈനിനെ നമ്മൾ ഒരു കൗണ്ടബിൾ ക്ലാസ് ഓഫ് നോൺ എംപ്റ്റി ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റിലാക്കി എടുത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ, അതായത് ലിമിറ്റിനെ പറ്റി പറയുന്നില്ല, ഓരോ F1 എന്ന് പറയുന്നത് അടുത്തേനെ കണ്ടെയ്ൻ ചെയ്യുക, അങ്ങനെ ഓരോ FN കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ എടുക്കുന്ന സമയത്ത് നോൺ എംപ്റ്റി ആയിരിക്കും, അതായത് അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞ പ്രകാരം ഓരോ FN എന്ത് കൈൻഡ് ഓഫ് സെറ്റ് ആണ്? നോൺ എംപ്റ്റി ആയിട്ടുള്ള സെറ്റാണ്. അതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള സെറ്റാണ്. ക്ലോസ്ഡ് ആണ്, ഓക്കെ. ക്ലോസ്ഡ് ആണെങ്കിൽ ബൗണ്ടഡ് ആണെന്ന് പറയാൻ പറ്റില്ല. R is ക്ലോസ്ഡ് ആണ്, പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ബൗണ്ടഡ്. ഓക്കെ, അപ്പം ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ്സ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? നോൺ എംപ്റ്റി ആൻഡ് ബൗണ്ടഡ് ആവുമ്പോൾ തന്നെ നമുക്ക് ഓർഡർ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പ്രകാരം എന്ത് പറയാം? ബൈ ഓർഡർ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി FN, ഓരോ FN എന്തുണ്ടായിരിക്കും? സുപ്രീമോ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻഫീമോ ഉണ്ടായിരിക്കും. സുപ്രീമം ആൻഡ് ഇൻഫീമോ ഉണ്ടായിരിക്കും. അപ്പൊ ഞാനൊരു FN കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ FN സുപ്രീമത്തിനെ ഞാൻ ഇങ്ങനെ വിളിച്ചു എന്ന് വിചാരിക്കാം. സുപ്രീമം ഓഫ് FN എന്ന് പറയുന്നത് MN എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ FN എന്ന് പറയുന്ന സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻഫീമം എന്ന് പറയുന്നത് സ്മോൾ MN എന്നായിരിക്കും ഞാൻ എടുക്കുന്നുണ്ടായിരിക്കാം. ഫോർ എവറി N ഇത് പോസിബിൾ ആണ് കേട്ടോ. ഇനി F1 എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് ആര് കിടക്കുന്നു? F2 എന്ന് പറയുന്ന സെറ്റ് കിടക്കുന്നു. അതിനകത്ത് ആര് കിടക്കുന്നു? F3 എന്ന് പറയുന്ന സെറ്റ് കിടക്കുന്നു. തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, വിച്ച് ഇസ് ഈ ചെറിയ ഇൻഫീമംസുകളെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ M1 is less than or equal to M2 is less than or equal to ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക, വിച്ച് ഇസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആയിരിക്കും. അത് ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ബൈ ദ സുപ്രീമം M1 എന്ന് പറയാനായിട്ട് പറ്റും. അതാണ് ഏറ്റവും മാക്സിമം ആയിട്ടുള്ള സുപ്രീമം വരുന്നത്. അതുപോലെ തന്നെ സുപ്രീമങ്ങളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ചെറുതായി വരുന്ന തൊട്ട് മുമ്പത്തെ സെയിം കാര്യം കേട്ടോ. മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്റർസെക്ഷൻ എടുക്കുന്ന സമയത്ത് നോൺ എംപ്റ്റി ആകണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നോൺ എംപ്റ്റി, ക്ലോസ്ഡ്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം ഈ MNകളുടെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഈ സുപ്രീമങ്ങളുടെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ സുപ്രീമം ഓഫ് MNകളെല്ലാം തന്നെ എവിടേക്കായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക? അല്ലെങ്കിൽ ഇത് മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് പറഞ്ഞു. ഇവർ ബൗണ്ടഡ് ആയിരിക്കുമോ? ഓഫ് കോഴ്സ് ബൗണ്ടഡ് ആയിരിക്കും. കാരണം ഓൾറെഡി നമുക്ക് ബൗണ്ടഡ് സെറ്റുകളുടെ കളക്ഷനാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് സുപ്രീമംസ് എടുക്കുമ്പം എന്തായാലും ബൗണ്ടഡ് ആയിരിക്കും.
അല്ലെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം തൊട്ട് മുമ്പത്തെ കേസ് അനുസരിച്ച് ഏറ്റവും ചെറിയ ഇൻഫ്യൂമുമായിട്ടുള്ള M1 വെച്ച് നമുക്ക് ഇതിനെ ബൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഇവിടെ നമ്മളിങ്ങനെ ഓരോ ഇന്റർവെൽസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് എൻ്റെ M1 കിടക്കുന്നുണ്ടോ, അതിനകത്താണ് M2 കിടക്കുന്നത്, അങ്ങനെ അങ്ങനെ Mn കിടക്കുന്നുണ്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആസ് m ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് Mn എവിടേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇതിന് തൊട്ട് മുമ്പുള്ള M എന്ന് പറയുന്ന വാല്യൂവിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ഈ M എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ്, നമുക്കറിയില്ല എന്താ വാല്യൂ എന്ന്, എന്തായാലും ഇത് കൺവേർജൻ്റ് ആയിരിക്കും. ബിക്കോസ് ഇങ്ങനെ ഒരു മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് വിത്ത് ബൗണ്ടഡ് ആണ്. ആരെ വെച്ച് ബൗണ്ടഡ് ആണ്? ഏറ്റവും ചെറിയ Mn വെച്ചിട്ട് തന്നെ ബൗണ്ടഡ് ആണ്. അതിന് മുകളിലുള്ള ഓരോ വാല്യൂസും വെച്ചിട്ടും നമുക്ക് ബൗണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഹെൻസ് ഇറ്റ് ഇസ് കൺവേർജന്റ് സീക്വൻസ് ആണ്, കൺവേർജന്റ് ആണ്. ആൻഡ് കൺവേർജ് ചെയ്യുന്നത് സപ്പോസ് ചെയ്യുക M എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ഇത് കൺവേർജ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നു. നമ്മൾ നേരത്തെ എന്താ പ്രൂവ് ചെയ്തത്? എവിടേക്കാണോ ലിമിറ്റ് മൂവ് ചെയ്തത് ആ പോയിന്റ് ആണ് ഇതിനകത്തുള്ള കോമൺ പോയിന്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് പ്രൊസീഡ് ചെയ്തത് അല്ലെ. അതുപോലെ തന്നെ Mn എന്ന് പറയുന്ന സീക്വൻസ് എമ്മിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ ഇനി നമ്മൾ എന്തായിരിക്കും കാണിക്കാൻ പോകുന്നുണ്ടാവുക? ഈ M എന്ന് പറയുന്നതാണ് ഇന്റർസെക്ഷന്റെ അകത്ത് കിടക്കുന്ന കോമൺ പോയിന്റ് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി അതാണ് എനിക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എവിടേക്കും ഒരു പോയിന്റിലേക്ക് പോകുന്നു എന്ന് കിട്ടി. ആ പോയിന്റ് ഇനി എന്തിലേക്ക് വരണം? ഇന്റർസെക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ M ഇന്റർസെക്ഷനിലുണ്ട് എന്ന് അതാണ് ഷോ ചെയ്യാനുള്ളതെങ്കിൽ ഞാൻ എന്ത് അസ്യൂം ചെയ്യും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യും. സോ M ഡസ് നോട്ട് ബിലോങ്സ് ടു ദ ഇന്റർസെക്ഷൻ Fn. അപ്പം M ഇന്റർസെക്ഷൻ Fn ഇല്ല. M ആരാണ്? M ഈ സീക്വൻസിന്റെ Mn എന്ന് പറയുന്ന സീക്വൻസിന്റെ ആരാണ്? ലിമിറ്റ് പോയിന്റും കൂടെ ആണല്ലേ. ലിമിറ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ലിമിറ്റ് പോയിന്റും കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പം ലിമിറ്റ് പോയിന്റ് ആണ്. അപ്പൊ M ഇന്റർസെക്ഷനിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ഈ ഇന്റർസെക്ഷനിൽ ഇല്ലാത്തതിന്റെ റീസൺ എന്താണ്? ദിസ് ലിമിറ്റ് പോയിന്റ് ആ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സെറ്റിൽ ഇല്ല എന്ന് പറയാനുള്ള റീസൺ എന്താ? ലിമിറ്റ് പോയിന്റ് അല്ലാത്തത് കൊണ്ട് അല്ലെ. M ഡസ് നോട്ട് ബിലോങ്സ് ടു ദിസ് കൈൻഡ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മിന്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും, ഏത് നെയ്ബർഹുഡ് അല്ല, അറ്റ്ലീസ്റ്റ് ദർ എക്സിസ്റ്റ് എ നെയ്ബർഹുഡ് ഓഫ് M എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻസ് എനി എലമെന്റ്സ് ഫ്രം ദ ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷനിൽ നിന്ന് ഒരു എലമെന്റ് പോലും വരാത്തത് കൊണ്ടാണ് ഇതിനെ എന്താന്ന് വിളിക്കാത്തത്? ലിമിറ്റ് പോയിന്റ് എന്ന് വിളിക്കാത്തത്. ആരുടെ? ഇന്റർസെക്ഷൻ ഓഫ് Fn-ന്റെ. ഓക്കെ, M ആരാണ്? ലിമിറ്റ് പോയിന്റ് ആണ്. അപ്പൊ M ഈ ഇതിനകത്ത് ഇല്ല എങ്കിൽ എമ്മിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒറ്റ നെയ്ബർഹുഡിലും ആരില്ല? ഒറ്റ നെയ്ബർഹുഡിലല്ല, ഒരു നെയ്ബർഹുഡിലെങ്കിലും M എക്സിസ്റ്റ്. ഇതിൽ നിന്ന് ഒരു എലമെന്റ് പോലും വരാത്ത രീതിയിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി ഇന്റർസെക്ഷനിൽ ഇല്ലാത്തതിന്റെ റീസൺ എന്താ? അപ്പം നമുക്കറിയാം എല്ലാ സെറ്റിലുള്ള കോമൺ പോയിന്റ്സിനെയാണ് നമ്മൾ ഇന്റർസെക്ഷനിലേക്ക് വലിച്ചെടുത്തോണ്ട് വരിക എന്നറിയാം. അപ്പം ഇന്റർസെക്ഷനിൽ ഇല്ലാത്തതിന്റെ റീസൺ എന്താ? കുറച്ച് Fnകളിൽ ഇതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്റർസെക്ഷനിലോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ അത് മിസ് ചെയ്തത് അല്ലെ. അപ്പം ഇതിന്റെ അർത്ഥം ഈ സെയിം സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കും. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻസ് എനി എലമെന്റ് ഫ്രം സം Fn. ഏതൊക്കെ Fnകളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ നെയ്ബർഹുഡിൽ ഇവിടെ നിന്ന് കുറച്ച് എലമെന്റ്സ് ഒന്നും വരാതെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം സം Fn എന്ന് കിട്ടി. അപ്പം ഞാനൊരു ജനറലൈസ്ഡ് ഫോം കൊടുക്കുകയാണ്. എമ്മിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നെയ്ബർഹുഡ് എടുത്ത സമയത്ത് അതിൽ നിന്നും ഹാസ് നോ എലമെന്റ്സ് ഫ്രം Fn. ഞാൻ കണ്ടീഷൻ കൊടുക്കുകയാണ്. ആഫ്റ്റർ എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് എമ്മിന് ശേഷം വരുന്ന കുറച്ച് Fnകളിൽ ഒന്നും തന്നെ ആ Fnൽ നിന്ന് യാതൊരു എലമെന്റ്സിനെയും എമ്മിന്റെ ഒരു നെയ്ബർഹുഡിൽ എടുക്കുന്നില്ല. ഓക്കെ, ഈ Fnകൾ എന്ന് പറയുമ്പം Fnകളിൽ വരുന്നതാണല്ലോ നമ്മുടെ സുപ്രീമം ഇൻഫ്യൂമം എന്നുള്ള ആൾക്കാരുകളൊക്കെ. അതായത് Mnകൾ, ഈ സ്മോൾ Mnകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, നമ്മുടെ Fn കിടപ്പുണ്ട്. വിച്ച് മീൻസ്
ഈ എഫ് എന്നിൽ നിന്ന് ഒരു എലമെന്റ് പോലും എടുക്കുന്നില്ല. എഫ് എന്നിലുള്ള എലമെന്റുകളാണ് ക്യാപിറ്റൽ എം എന്നും സ്മോൾ എം എന്നും. അവരെയും എടുക്കുന്നില്ല. ആര്? നമ്മുടെ ഈ നെയ്ബർഹുഡിൽ എടുക്കുന്നില്ല. അപ്പോ കുറച്ച് എം എന്നുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെവിടെ ഉണ്ടായിരിക്കില്ല? എമ്മിന്റെ നെയ്ബർഹുഡിനകത്ത് ഉണ്ടായിരിക്കില്ല. ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. ഓക്കെ, അതായത് ഇപ്പൊ പറഞ്ഞത് എന്താ? എം എന്നുകൾ എടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ ദിസ് പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് എം, അതിന്റെ ടെയിൽ പോർഷൻസ് എല്ലാവരും തന്നെ എമ്മിന്റെ നെയ്ബർഹുഡിൽ വരുന്നില്ല. വിച്ച് മീൻസ് എമ്മിന് ഒരു ലിമിറ്റ് പോയിന്റ് ആകാനായിട്ട് പറ്റില്ല. ആരുടെ ലിമിറ്റ് പോയിന്റ്? എം എന്നുകളുടെ ലിമിറ്റ് പോയിന്റ് ആകാനായിട്ട് പറ്റില്ല. നോക്കൂ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ടെയിലന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ടെയിലന്റുകളെല്ലാം എവിടെ വരുന്നില്ല? എമ്മിന്റെ നെയ്ബർഹുഡിൽ വരുന്നില്ല. എമ്മിന്റെ നെയ്ബർഹുഡിൽ ഇൻഫിനിറ്റ്ലി മെനി മെമ്പേഴ്സ് ഫ്രം എം എന്ന് വന്നാലേ എം എന്നിന്റെ ലിമിറ്റ് പോയിന്റ് ആകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് എം എന്നുകളുടെ ആ ടെയിലന്റ് മൊത്തം എമ്മിന്റെ ലിമിറ്റ് പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു നെയ്ബർഹുഡിൽ വരുന്നില്ല എന്ന് മീൻ ചെയ്ത് കഴിഞ്ഞാൽ എം ഒരിക്കലും ഈ എം എന്നുകളുടെ ലിമിറ്റ് പോയിന്റ് ആയിട്ട് വരാനായിട്ട് പറ്റില്ല. വിച്ച് മീൻസ് ലിമിറ്റ് ഓഫ് എം എൻ എന്ന് പറയുന്നത് ആരായിരിക്കില്ല? എം ആയിരിക്കില്ല. വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. കാരണം നമ്മൾ എന്താ പറഞ്ഞു വെച്ചിട്ടുള്ളത്? എം എന്നിന്റെ ലിമിറ്റ് ആണ് എം. ഇത് വരാനുള്ള റീസൺ എന്താ? നമ്മൾ എം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരാത്തൊരു പോയിന്റ് ആണ് എന്ന് അസ്യൂം ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഹെൻസ് ഇവിടെ കോമൺ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എം ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു കൺസെപ്റ്റും അതുപോലെ തന്നെ അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടൊരു 3-4 തിയറംസ് ആണ്. ഇതിലെ തിയറംസ് പറയുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് സുപ്രീമത്തിൻ്റെ കാര്യങ്ങളും പറയാനുണ്ട്. അതൊരു കോറോളറി പോലെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള പോർഷനും സിമിലർലി പറഞ്ഞിട്ട് അത് പറഞ്ഞു പോയാൽ മതി. അപ്പം ഇവിടെ ഒരു സീക്വൻസ് ചെയ്യാൻ ലിമിറ്റ് സുപ്രീമോ ലിമിറ്റ് ഇൻഫിമത്തിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ ഒരു ഈസി മെത്തേഡാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ലിമിറ്റ് പോയിന്റുകൾ ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിലെ സുപ്രീമോ ആരാണ്, വിച്ച് ഇസ് ലിമിറ്റ് സുപ്രീമം, അതിലെ ഇൻഫിമം ആരാണ്, അത് നമ്മുടെ ലിമിറ്റ് ഇൻഫിമോ ആയിട്ട് നമ്മൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് എങ്ങനെ പ്രൂഫിലേക്ക് പോകാം? അപ്പം എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എൻ എന്ന് പറയുന്ന സീക്വൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് ഇൻഫിമം ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇൻഫിമം ഓഫ് എ എന്നുകളുടെ കളക്ഷൻ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ ഈ എ എന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ഇൻഫിമം ഓഫ് എൻ പ്ലസ് 1 എക്സെട്ര എടുത്തിട്ട് അതുകളുടെ ഒക്കെ സുപ്രീമം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്ന നമുക്ക് 2 രീതിക്കും ഇതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. അതായത് പ്രൂവ് ചെയ്യല്ല, ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കാം. സീക്വൻസ് എൻ എന്ന് പറയുന്നത് 1/n എന്ന് പറയുന്ന സീക്വൻസ് എടുക്കുകയാണ്. ഫോർ n ബിലോങ്സ് ടു ദ നാച്ചുറൽ നമ്പർ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സാധാ ലിമിറ്റ് സുപ്രീമ ലിമിറ്റ് ഇൻഫിമ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആദ്യം നമ്മൾ ഈ സീക്വൻസ് എഴുതി നോക്കണം അല്ലേ? സീക്വൻസ് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? 1, 1/2, 1/3 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൻ്റെ ലിമിറ്റ് പോയിന്റ് ഏതാണ്? ആകെപ്പാടെ 0 മാത്രമേ വരുന്നുള്ളൂ. ഹെൻസ് ദ ലിമിറ്റ് ഇൻഫിമം എന്ന് പറയുന്നത് 0 ആയിരിക്കും, ലിമിറ്റ് സുപ്രീമം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ നമ്മൾ വർക്ക് ഔട്ട് ചെയ്തപ്പം. അപ്പോൾ ഇനി ഇവിടുത്തെ ഡെഫിനേഷൻ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ആദ്യം നമ്മൾ A1 എന്ന് പറയുന്ന ഒരു കറസ്പോണ്ടിങ് സീക്വൻസ് എടുക്കണം. A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1, A2, A3 എന്ന് പറയുന്ന എല്ലാ പോയിന്റുകളും നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഇൻഫിമം എടുക്കും. ഓക്കെ, ഇൻഫിമം A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. A1 തൊട്ടുള്ള സീക്വൻസിലെ എല്ലാ ടേംസും, അതായത് ഇൻഫിമം ഓഫ് മൊത്തം സീക്വൻസ് ആണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ഇൻഫിമം ഓഫ് ദ കറസ്പോണ്ടിങ് സീക്വൻസ് ആണ് ഇൻഫിമം ഓഫ് A1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്യുക, കാരണം തിയറത്തിന് എനിക്ക് ആവശ്യമുണ്ട്. A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർ സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇൻഫിമം ഓഫ് A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ദെൻ സെക്കൻഡ് ടേം, ദെൻ തേർഡ് ടേം, ഇവരുടെയൊക്കെ ഇൻഫിമം എന്താണ് വരുന്നത്? ഇവരൊക്കെ ഇൻഫിമം എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? 0ലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻഫിമം ഓഫ് A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? A1 എന്നുള്ള പോയിന്റ് നമ്മൾ നോക്കരുത്, A2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതായത് A2, A3, A4 എന്ന് പറയുന്ന സീക്വൻസിലെ ടേംസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ.
അതായത് ഫസ്റ്റ് ടേം 1 ഒഴിവാക്കിയിട്ട് 1/2 1/3 എന്നുള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ദയർ ഇൻഫിമം ഇസ് ഓൾസോ 0. അടുത്തത് ലിമിറ്റ് A3 എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? ഇൻഫിമം ഓഫ് A3 തൊട്ടുള്ള നമ്പേഴ്സ്, തേർഡ് ടേം തൊട്ടുള്ള ആൾക്കാരെയാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ഇൻഫിമം ഓഫ്. ഇനി ഓരോ നമ്പേഴ്സും ഡിലീറ്റ് ചെയ്ത് കൊണ്ടുവരിക, അത്ര ഉദ്ദേശിക്കുന്നത് കേട്ടോ. 1/3 1/4 ഇതിന്റെ ഇൻഫിമം എങ്ങോട്ടാ പോകുന്നത്? 0യിലേക്ക്. അപ്പൊ ഇതിന്റെ സുപ്രീമം ഓഫ് ദ കളക്ഷൻ ഓഫ് ഓൾ ഇൻഫിമങ്ങൾ എന്താ വന്നിരിക്കുന്നത്? ആദ്യത്തിന്റെ ഇൻഫിമം എന്താ? 0. രണ്ടാമത്തെ ഇൻഫിമം എന്താ? 0. മൂന്നാമത്തെ ഇൻഫിമം എന്താ? 0. ഇങ്ങനെ പോകുന്ന ആൾക്കാരുടെ സുപ്രീമം എന്താണ്? 0 അല്ലേ വരുവുള്ളൂ. അതന്നെയല്ലേ നമുക്ക് ഇവിടെയും ആൻസർ കിട്ടിയിട്ടുള്ളത്. ബോത്ത് വേസ് ആർ കറക്റ്റ്. അപ്പം ഇതാണ് ഡെഫിനേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടായിരിക്കുക. ഇതുപോലെ തന്നെയാണ് ഇൻഫിമത്തിന് പകരം സുപ്രീം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് സുപ്പീരിയർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറയാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ആ ഡെഫിനേഷനിലേക്ക് ഒന്നും കൂടെ തിരികെ പോവാം. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. ഓൾറെഡി വേറൊരു നൊട്ടേഷനും കൂടെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. AN ബാർ, താഴെ ബാർ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മീൻ ഇൻഫിമം ഓഫ് AN +1 എക്സെട്ര. നമ്മൾ ഇങ്ങനെ ഇൻഫിമം ഓഫ് AN എന്ന് എഴുതുന്നതും ഇങ്ങനെ എഴുതുന്നതും സെയിം ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സുപ്രീമം ഓഫ് AN എന്ന് എഴുതുന്നതും ഇങ്ങനെ എഴുതുന്നതും സെയിം ആണ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിയറത്തിലേക്ക് മൂവ് ചെയ്യാം. തിയറം പറയുന്നത് സീക്വൻസ് AN എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാനുള്ളത്. നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഇൻഫിമം ഓഫ് AN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? സീക്വൻസ് ANന്റെ ഇൻഫിമം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം സീക്വൻസ് ANന്റെ ഇൻഫിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഇൻഫിമം ഓഫ് A1 എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സുപ്രീമം ഓഫ് AN എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? സുപ്രീമം ഓഫ് A1 എന്നായിരിക്കും മീൻ ചെയ്യുന്നുണ്ടാവുക. A1 എഴുതിയാലാണ് നമ്മുടെ എൻറ്റയർ സീക്വൻസ് കിട്ടുള്ളൂ. AN എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒരു n-1 ടേം ഡിലീറ്റ് ചെയ്തതിന് ശേഷം വരുന്ന ആൾക്കാരാണ് ഈ ഒരു ലിമിറ്റ് സുപ്രീമം AN, ലിമിറ്റ് ഇൻഫിമം AN എന്നൊക്കെ പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത്ര അധികം പ്രൂവ് ചെയ്യാനൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മളുടെ ഡെഫിനേഷൻ പ്രകാരം, ഈ നൊട്ടേഷൻ പ്രകാരം AK എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? n കളഞ്ഞിട്ട് k ഇട്ട് വെച്ചു. അപ്പൊ എന്ത് വരും? ഇൻഫിമം ഓഫ് AK +1 ഇങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു കറസ്പോണ്ടിങ് സെറ്റിന് ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ് AK സുപ്രീമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീമം ഓഫ് AK +1 ഇങ്ങനെയായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. ഇത് എല്ലാ കേക്കും എന്നിനും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ AK ഇൻഫിമം എന്ന് പറയുന്നത് AK +n ഇൻഫിമത്തിനേക്കാളും ചെറുതായിരിക്കുമോ? നോക്കാം. AK എന്ന് പറയുന്നത് എവിടെ തൊട്ട് വരുന്നതാണ്? AK ഇൻഫിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിമം ഓഫ് നമ്മുടെ സീക്വൻസിന്റെ kth ടേം തൊട്ടിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും K+n ഒക്കെ വരുന്നത്. ഓക്കെ, ഇനി AK +n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻഫിമം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത്രയും ടേംസിനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ സീക്വൻസിലെ കുറെ ടേംസിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ കാണുന്ന AK+n സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ഇങ്ങനെ പോകുന്ന കുറെ ടേംസുകളായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ടേംസ് എവിടെയായിരിക്കും കൂടുതൽ? അവിടെയാണ് നമ്മുടെ ഇൻഫിമം സുപ്രീമം വരാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ്. ഓക്കെ, അതായത് നമ്മൾ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ 1, 1/2, 1/3 ഇങ്ങനെ പറഞ്ഞു പോകുന്ന ആൾക്കാരുടെ സുപ്രീമോ ഓർ ഇൻഫിമം എടുക്കുന്നതാണോ, അത് കുറെ ടേംസ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഈ സീക്വൻസിന്റെ സുപ്രീമോ ഇൻഫിമം ഡിഫൈൻ ചെയ്യുമ്പോഴാണോ കൂടുതൽ ഒരു നല്ല വാല്യൂ കിട്ടാനുള്ള പോസിബിലിറ്റി? നല്ല വാല്യൂ കിട്ടണമെങ്കിൽ സീക്വൻസിൽ കുറെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. കുറെ പേര് ഡിലീറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്നത് ചിലപ്പോൾ അവിടെ സുപ്രീമം കട്ട് ചെയ്ത് പോയിട്ടുണ്ടാകാം, ഇൻഫിമം കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് എവിടെയാണോ കൂടുതൽ അവിടെ നിന്ന് നമുക്ക് ഇൻഫിമം സുപ്രീമം പറയാനായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ
നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് ഇതിലെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഇതിലെ നമ്പർ ഓഫ് ടേംസിനേക്കാളും കൂടുതലാണ്, ഇവിടെ കൂടുതലാണ് വരുന്നത്. അപ്പൊ അവിടുത്തെ ഇൻഫിമം എന്ന് പറയുന്നത് താരതമ്യേന കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും കൂടുതൽ വരില്ല. ഓക്കെ, അപ്പം ഇൻഫിമം എന്ന് പറയുന്നത് എ കെ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ കെ പ്ലസ് 1 എന്ന് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇൻഫിമം എന്ന് പറയുന്നത് സുപ്രീമത്തിനേക്കാളും വലുതായിരിക്കും അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കുന്ന കണ്ടീഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ എന്തായാലും ഈ ഇൻഫ്യൂമങ്ങളെല്ലാം തന്നെ എന്തിനോട് ലെസ് ദാൻ ആയിരിക്കും? സുപ്രീമങ്ങളോട് ഗ്രേറ്റർ ലെസ് ദാൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇനി ഇവിടുത്തെ സെയിം മെത്തേഡ് എ കെയും എ കെ എൻ പ്ലസ് 1 എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് എവിടെയാണോ കൂടുതൽ അവിടെ നമുക്ക് സുപ്രീമം ഇൻഫ്യൂമം പറയാനാണ് ഏറ്റവും സുഖം. നല്ലൊരു ആക്യുറേറ്റ് വാല്യൂ അവിടെ ആയിരിക്കും കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം എ കെ എന്ന് പറയുന്ന സെറ്റ് ഓഫ് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെ സുപ്രീമങ്ങളുടെ കളക്ഷനും ഈ കുറെ നമ്പേഴ്സ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന കെ പ്ലസ് 1ന്റെ സുപ്രീമം എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് കൂടുതൽ മെമ്പേഴ്സ് ഉള്ളിടത്ത് നമുക്ക് സുപ്രീമം പറയാനായിരിക്കും സുഖം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 1/2 1/3 സുപ്രീമം എന്താ 1 ആണ്. പക്ഷെ 1/5 1/6 എന്ന് പറയുന്ന സുപ്രീമം എന്താണ് 1/5 ആണ്. അപ്പൊ ഇത് കുറെ പേര് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കിട്ടുന്ന സുപ്രീമം എല്ലാവരും ഉള്ള സുപ്രീമം വെച്ച് നോക്കിയേ, കുറെ ടേംസ് ഉള്ളപ്പോഴല്ലേ സുപ്രീമം അത് വലുതായിട്ട് നിൽക്കുന്നത്. ഇൻ ജനറൽ നമുക്ക് ഇങ്ങനെയാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മൾ ഈ പ്രൂഫിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അപ്പം പ്രൂഫിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പം ഇതെല്ലാവർക്കും വേണ്ടി ഞാൻ അപ്ലിക്കബിൾ ആണെന്ന് പറയാണ്. എല്ലാ എന്നിനും കേക്കും ഇത് ഓക്കെയാണ്, അവിടെ തെറ്റൊന്നും സംഭവിക്കുന്നില്ല, ഇനീക്വാളിറ്റി ഒന്നും തിരിഞ്ഞും മറിഞ്ഞൊന്നും വരുന്നില്ല. സോ നമുക്കിത് ഉള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഈ A1 ബാറാണോ AK ബാറാണോ, അതായത് ഇൻഫ്യൂമം ആണോ വലുത്? ഓഫ് കോഴ്സ് A1 കുറെ നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. AK എന്ന് പറയുമ്പോൾ K എന്ന് പറയുന്ന എലമെന്റ്സ് തൊട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം ഇതായിരിക്കും A1 ആയിരിക്കും ഏറ്റവും ചെറിയ ഇൻഫ്യൂമം എടുക്കാനുള്ള ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ AKയും ANഉം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ AK ഹോൾ ബാർ എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഓഫ് കോഴ്സ് ഇതിനേക്കാളും കൂടുതൽ വാല്യൂ ആയിട്ട് എടുക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ A1നെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് AK എന്ന് പറയുന്ന കുറെ പേര് ഡിലീറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. A1ന്റെ സുപ്രീം എന്ന് പറയുമ്പോൾ ഹോൾ സീക്വൻസ് മൊത്തത്തിലുണ്ട്. അപ്പം ഇവർക്കായിരിക്കും ഇങ്ങനൊരു ഇനീക്വാളിറ്റി ആയിരിക്കും നമുക്ക് ഹോൾഡ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഇത് A1ന്റെ ഇൻഫ്യൂമം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഫ്യൂമം ഓഫ് A1 A2 ഇങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകുന്നത് അല്ലെ. വിച്ച് മീൻസ് ഇത് നമ്മുടെ എൻറ്റയർ സീക്വൻസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റത്തെ ടേം തൊട്ട് ലാസ്റ്റ് ടേം വരെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ സീക്വൻസിന്റെ ഇൻഫ്യൂമം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി ഇത് AK താഴത്ത് ഇൻഫ്യൂമം ഇട്ട് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലിമിറ്റ് ഇൻഫ്യൂമം ഓഫ് AK എന്നായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇൻ ജനറൽ എല്ലാ കേക്കും എന്നിനും ഇത് സെയിം ആകുമ്പം ഇൻ ജനറൽ A എന്ന് പറയാം, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആഫ്റ്റർ എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് നമ്പേഴ്സിനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന സുപ്രീമം, വിച്ച് ഇസ് ലിമിറ്റ് സുപ്രീമം എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്, വിച്ച് ഇസ് AN ആൻഡ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു A1 തൊട്ട് എഴുതി കഴിഞ്ഞാൽ ഇത് സുപ്രീമം ഓഫ് എല്ലാ ടേംസുകളെയും സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, വിച്ച് ഇസ് ദ എൻറ്റയർ സീക്വൻസ് സുപ്രീമം AN. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ആലോചിച്ചെടുക്കാനുള്ള കാര്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് തിയറം, ഇഫ് സീക്വൻസ് AN എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സീക്വൻസ് ആണ്, അങ്ങനെയാണെങ്കിൽ പ്രൂവ് ചെയ്യാനുള്ളത് ഫസ്റ്റ് വൺ മാത്രമേ നമ്മൾ പ്രൂവ് ചെയ്യുള്ളൂ, സെക്കൻഡ് വൺ സിമിലർ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ലിമിറ്റ് ഇൻഫിമം ഓഫ് -AN എന്ന് പറയുന്നത് ലിമിറ്റ് മൈനസ് ഓഫ് ലിമിറ്റ് സുപ്രീമം ഓഫ് ANനോട് സെയിം ആയിരിക്കും. ഇതിന്റെ സെക്കൻഡ് കേസ് വരുന്നത് നേരെ തിരിച്ച്, ലിമിറ്റ് സുപ്രീമം ഓഫ് -AN എന്ന് പറയുന്ന ആരോട് ഈക്വൽ ആയിരിക്കും? മൈനസ് ഓഫ് ലിമിറ്റ് ഇൻഫിമം ഓഫ് ANനോട് സെയിം ആയിരിക്കും. ഓക്കെ, നമുക്കത് പ്രൂവ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് വൺ മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇവിടെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയേണ്ടി വരും. ഇവിടെ ആദ്യം ഈ -ANനെ പറ്റിയൊരു ധാരണ ഉണ്ടാക്കിയിട്ട് ലിമിറ്റ് ഇൻഫ്യൂമത്തിലേക്കൊക്കെ നമുക്ക് മൂവ് ചെയ്യാം. അപ്പം ഞാൻ BNനെ -AN എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഫോർ എവറി N.
എല്ലാ എണ്ണിനും ഇത് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് ഇൻഫീമത്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത് അല്ലേ. സോ ബി എൻ ഇൻഫീമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഫീമം ഓഫ് ബി എൻ പ്ലസ് 1 ഇങ്ങനെയുള്ള ടേംസുകളാണ് ഇവിടെ വരുന്നത്. സോ വിച്ച് ഇസ് ഇൻഫീമം ഓഫ് ബി എന്നുകൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? മൈനസ് എ എൻ പ്ലസ് 1 ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വിച്ച് വിൽ ബി, എനിക്ക് പറയാൻ പറ്റുമോ, മൈനസ് സുപ്രീമം ഓഫ് എ എൻ പ്ലസ് 1 ഇങ്ങനെ പറയാമോ? നമുക്ക് നോക്കാം. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇൻഫീമം ഓഫ് 1 2 3 മൈനസ് ഉണ്ടല്ലേ, -1 -2 -3 ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇൻഫീമം എന്തായിരിക്കും വരുന്നുണ്ടാവുക? -∞ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇത് നേരെ തിരിച്ച് സുപ്രീമോ എടുത്തിട്ട് അതിന്റെ നെഗറ്റീവ് എടുത്തിട്ട് നോക്കാം. അതായത് സുപ്രീമോ ഓഫ് 1 2 3 എഴുതിയിട്ട് അതിന്റെ നെഗറ്റീവിനോട് സെയിം ആണോ? അപ്പൊ നെഗറ്റീവ് ഓഫ് സുപ്രീമോ ഓഫ് 1 2 3 എന്താ? 1 2 3 ഗോസ് ടു ഇൻഫിനിറ്റി. അതിന്റെ സുപ്രീമോ എന്താ? ഇൻഫിനിറ്റി. സോ ദേ ആർ സെയിം. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പം സുപ്രീമോ ഓഫ് സുപ്രീമോ ഓഫ് എ എൻ പ്ലസ് 1 ഇതാരാണ് ശരിക്കും? മൈനസ് ഓഫ് സുപ്രീമം ഓഫ് എ എൻ, ഇൻഫീമം ഓഫ് ഇ ഇങ്ങനെ ഇതുള്ളതിന് അടിയിൽ ബാർ റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ സുപ്രീമം ആണെങ്കിൽ എ എന്നിന്റെ ബാർ ഇങ്ങനെയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പം അത് നോക്കാം. ലിമിറ്റ് ഇൻഫീമം മൈനസ് എ എൻ, ലിമിറ്റ് ഇൻഫീമം ഓഫ് മൈനസ് എ എൻ. ഇതെന്ന് പറഞ്ഞത് ലിമിറ്റ് ഇൻഫീമം ഓഫ് മൈനസ് എ എൻ എന്ന് പറഞ്ഞത് എന്താണ്? ബി എൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബി എന്നിനോട് സെയിം ആയിരിക്കും. ഇനി ലിമിറ്റ് ഇൻഫീമം ഓഫ് ബി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഫീമം ഓഫ് ബി എന്നുകൾ എടുത്തിട്ട് അതിന്റെ സുപ്രീമം എടുക്കാനാണ് ഡെഫിനീഷൻ പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, ലിമിറ്റ് ഇൻഫീമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫീമങ്ങൾ എടുത്തിട്ട് അതിന്റെ സുപ്രീമം എടുക്കുക എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻഫീമങ്ങൾ എടുത്തിട്ട് സുപ്രീമം എടുത്തു. അതായത് എല്ലാ ബി എന്നുകളുടെയും ഇൻഫീമം എടുക്കണം കേട്ടോ. വിച്ച് മീൻസ് സുപ്രീമം ഓഫ് ഇൻഫീമം ഓഫ് ബി എൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ സിംപ്ലി ബി എൻ ഇങ്ങനെ ബാർ എന്ന് പറഞ്ഞ് നൊട്ടേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ റിലേഷൻ പറഞ്ഞു വെച്ചത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബി എൻ ബാർ എന്ന് എഴുതാം. ഓക്കെ, ബി എൻ ബാർ ഇതെന്ന് പറയുന്നത് സുപ്രീമം ഓഫ് B1 ബാർ B2 ബാർ ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി നോ ദാറ്റ് ബി എൻ ബാർ എന്നൊക്കെ പറയുന്നത് എന്താണ് കിട്ടി? ബി എൻ ബാർ എന്ന് പറയുന്നത് -an ഹോൾ ബാർ ആണ്. അപ്പോൾ ഓരോ B1ന്റെ അവിടെ ഞാൻ എന്ത് കൊടുത്തു? -a1 ബാർ -a2 ബാർ ഇങ്ങനെ കൊടുക്കാം. നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം കണ്ടീഷൻ. സുപ്രീമത്തിന്റെ അകത്ത് ഓരോരുത്തർക്കും നെഗറ്റീവ് വരും. അപ്പൊ നെഗറ്റീവ് പുറത്തേക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇൻഫീമം ഓഫ് A1 ബാർ A2 ബാർ ഇങ്ങനെ എഴുതി കൊടുക്കുക അല്ലേ. ആൻഡ് ഇതെന്താണ്? ഇൻഫീമം ഓഫ് ദ സുപ്രീമംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫീമം ഓഫ് ദ സുപ്രീമംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് സുപ്രീമം ഓഫ് സീക്വൻസ് AN എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഇവിടെയാണ് നമ്മൾ എൻഡ് ചെയ്തത്. ഹെൻസ് ദ പ്രൂഫ്. തിയറം സ്റ്റാർട്ട് ചെയ്യാം. സീക്വൻസ് AN എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സീക്വൻസ് ആണ്, ഏതോ ഒരു സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഇൻഫീമം AN മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ, അതായത് ഇൻഫീമങ്ങളുടെ സുപ്രീം എടുക്കുന്ന സമയത്ത് -∞ ആണ് വരുന്നതെങ്കിൽ, അതായത് ഇൻഫീമങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചു എന്നിട്ട് അതിന്റെ സുപ്രീം എടുക്കുമ്പോൾ -∞ പോകുന്നതെങ്കിൽ സീക്വൻസ് ഇസ് നോട്ട് ബൗണ്ടഡ് ബിലോ എന്നാണ് പറയുന്നത്. സിമിലർ കേസ് സുപ്രീമങ്ങളുടെ വാല്യൂസ് എടുത്തിട്ട് അതിന്റെ ഇൻഫീമം തന്നെ, അതിന്റെ ഏറ്റവും ലോവർ ബൗണ്ട് തന്നെ +∞ പോകുന്നതെങ്കിൽ എൻ്റയർ സീക്വൻസ് ഇസ് ബൗണ്ടഡ് എബവ്, നോട്ട് ബൗണ്ടഡ് എബവ് എന്നാണ് നമ്മുടെ തിയറം പറയുന്നത്. അപ്പം നമ്മൾ ഇത് മാത്രമേ പ്രൂവ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇത് സിമിലർ കേസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുള്ളൂ. സീക്വൻസ് AN ആണ് എൻ്റെ സീക്വൻസ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ലിമിറ്റ് ഇൻഫീമം, ലിമിറ്റ് സുപ്രീമത്തിനൊക്കെ പറ്റിയിട്ടാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പം ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യും, ഇതുണ്ടെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യും. അപ്പം നമ്മൾ അപ്പം തന്നെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ഇട്ട് വെച്ചിട്ടാണ് പോകുന്നത്. കാരണം എല്ലാം ഡെഫിനേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡെഫിനേഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പുറം ഇപ്പുറം, അതായത് ഈക്വൽ ടു സിമ്പിളാണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കാം.
എ എന്നിന്റെ താഴെ ബാർ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇൻഫിമം ഓഫ് എ എൻ പ്ലസ് 1 എന്നായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക. എ എന്നിന്റെ മുകളിൽ ബാർ ഇട്ട് കഴിഞ്ഞാൽ സുപ്രീമം ഓഫ് എ എൻ പ്ലസ് 1 ഇങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ ലിമിറ്റ് ഇൻഫിമം എ എൻ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് ഇൻഫിമം എ എൻ എന്ന് പറയുന്നത് -∞ ആണ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ള ഗിവൺ കണ്ടീഷൻ. ഓക്കെ, അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ലിമിറ്റ് ഇൻഫിമം എ എൻ എന്ന് പറയുന്നത് എന്താണ്? -∞ ആണ്. ഓക്കെ, അപ്പം ഞാൻ ലിമിറ്റ് ഇൻഫിമത്തിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ലിമിറ്റ് ഇൻഫിമത്തിൻ്റെ ഡെഫിനേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഇൻഫിമങ്ങൾ എടുത്തിട്ട് എ എൻ പ്ലസ് 1 ഒക്കെ ഇൻഫിമങ്ങൾ എടുത്തതിന് ശേഷം അതിൻ്റെ സുപ്രീമം കൺസിഡർ ചെയ്യാനാണ് നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്ന് തന്നിട്ടുള്ളത്? -∞ ആണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഇൻഫിമം എ എൻ പ്ലസ് 1 എന്നൊക്കെ പറയുന്നത് ആര്? നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. എ എൻ പ്ലസ് 1 ബാർ ഇവരൊക്കെ എന്താണ്? -∞ മൂവ് ചെയ്യുന്നത്. ഓക്കെ, സുപ്രീമങ്ങൾ തന്നെ -∞ പോകണമെങ്കിൽ നോക്കൂ, എല്ലാ സുപ്രീമും ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരും -∞ എന്ന് പറയുന്നത് എന്താ? ഏറ്റവും ചെറിയ നമ്പർ. അത് സുപ്രീമമായിട്ട് വരണമെങ്കിൽ എല്ലാ വാല്യൂസും അത് എടുത്താലല്ലേ പോസിബിൾ ആയിരിക്കുള്ളൂ. ആ ഒരു ചെറിയ വാല്യൂ, സപ്പോസ് എൻ്റെ ഇങ്ങനെയാണ് എലമെൻറ്റ്സ് കിടക്കുന്നതെന്ന് വിചാരിക്കുക, -2 1 0 ഇങ്ങനെ പോകുന്നതാണെങ്കിൽ ഇതിൻ്റെ സുപ്രീം എന്താ വരിക? +∞ ഓർ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് നമ്പർ ആയിരിക്കും വരുന്നുണ്ടാവുക. സുപ്രീമം തന്നെ ഏറ്റവും ചെറിയ വാല്യൂ എടുക്കണമെങ്കിൽ -∞ എടുക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സുപ്രീമം ഓരോ വാല്യൂസും -∞ ആയിരിക്കും, എന്നാലേ സുപ്രീമം എടുക്കാൻ പറ്റുള്ളൂ. നോക്കിയപ്പോൾ ഇവിടെ സുപ്രീമം ഓഫ് -2 -1 -∞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെ ചൂസ് ചെയ്യും? -1 ചൂസ് ചെയ്യും. ഇതിന് പകരം -∞ എന്ന് പറയുന്ന ചെറിയ എലമെന്റ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരുടെയും -∞ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. ഏറ്റവും വലിയ വാല്യൂ ആണ് സുപ്രീം എന്ന് പറയുന്നത്. അത് തന്നെ -∞ പോകണമെങ്കിൽ ഒരാൾ പോലും -∞ അല്ലാതെ വേറൊരു നമ്പർ വരാനായിട്ട് അവിടെ ഒരു പോസിബിലിറ്റി ഇല്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇതിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാം. എ എൻ താഴെ ബാറിട്ട് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഇൻഫിമം ഓഫ് എ എൻ പ്ലസ് 1 ഇങ്ങനെയാണ് പോകുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു -∞ ഫോർ എവ്രി എൻ. ഇവരുടെ എല്ലാവരുടെയും ഇൻഫിമം എങ്ങോട്ട് പോകുന്നത്? -∞. അതായത് A1 താഴെ ബാറിട്ടെ -∞. അതായത് ഇത് എൻ്റയർ സീക്വൻസ് ആണ്. ഇതെല്ലാം എന്നിനും പോസിബിൾ ആണ് അല്ലേ? അപ്പം ഈ എൻ്റയർ സീക്വൻസ് എടുത്തു, A1 A2 എക്സെട്ര എടുത്തിട്ട് അതിൻ്റെ ഇൻഫിമം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചെക്ക് ചെയ്തു. അതെങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്? -∞ പോകുന്നത്. അപ്പം എൻ്റയർ സീക്വൻസിൻ്റെ ഇൻഫിമം എന്ന് പറയുന്നത് -∞ വരണമെങ്കിൽ സീക്വൻസ് എന്തായിരിക്കണം? സീക്വൻസ് നോട്ട് ബൗണ്ടഡ് ബിലോ ആയിരിക്കണം. ഓക്കെ, താഴത്തെ ഭാഗം ഇൻഫിമം എന്ന് പറയുന്നത് ഇല്ല, -∞ പോവാണ്. അപ്പം എൻ്റയർ സീക്വൻസ് എങ്ങോട്ട് മൂവ് ചെയ്യും? അത് നോട്ട് ബൗണ്ടഡ് ബിലോയിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് തിയറം എന്ന് പറയുന്നത്
ഒരു റിയൽ നമ്പർ ഉണ്ട് എ. അതെന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനത്തെ ഒരു ബൗണ്ടഡ് സീക്വൻസിൻ്റെ ലിമിറ്റ് ഇൻഫീരിയർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം തന്നിട്ടുള്ള കാര്യങ്ങൾ an എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് ലിമിറ്റ് ഇൻഫീരിയർ എന്ന് പറയുന്നത് എ ബാർ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന മെമ്പറിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷൻസും ഹോൾഡ് ചെയ്യും എന്നാണ് നമുക്ക് പറയാനുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. അപ്പം എന്താണ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ? അപ്പം ഇത് വെച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താ? an താഴെ വരെ ഇട്ട് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇൻഫിമം ഓഫ് an പ്ലസ് 1 ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ലിമിറ്റ് ഇൻഫീരിയർ an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലിമിറ്റ് ഇൻഫീരിയർ an ഇസ് ഈക്വൽ ടു a ബാർ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ലിമിറ്റ് ഇൻഫീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. ആൻഡ് തിയറത്തിലും അത് തന്നെയാണ് ആവശ്യം, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അപ്പോൾ അതങ്ങനെ 2 ആണ്. ലിമിറ്റ് ഇൻഫിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിമങ്ങളുടെ സുപ്രീമം എടുക്കുക എന്നാണ് മീൻ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഓക്കെ, n പ്ലസ് 1 ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? സുപ്രീമം ഓഫ് ഇൻഫിമം ഓഫ് an പ്ലസ് 1 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ സുപ്രീമം ഓഫ് an ഇൻഫിമം എന്ന് പറഞ്ഞാലും മതി. അതെന്താണ്? a ആണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡെഫിനേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് തന്നു. ഇനി ഇതിൻ്റെ ഡെഫിനേഷൻ, ഈ സുപ്രീം ഓഫ് an ബാർ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? സുപ്രീമങ്ങളെല്ലാവരും തന്നെ, അതായത് ഈ ഓരോ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ സുപ്രീമം എന്താണ്? a ആണ്. അതായത് ഈ ഓരോ ഇൻഫിമങ്ങളെക്കാളും വലുതായിട്ട് സുപ്രീമമായിട്ട് നിൽക്കുന്നത് ആരാണ്? a ആണ്. അപ്പം ഈ ഉള്ളിൽ കിടക്കുന്ന ഓരോ ഇൻഫിമം ഓഫ് an പ്ലസ് 1 എന്നൊക്കെ പറയുന്നതിന് എന്തായാലും സുപ്രീമത്തിനേക്കാളും ഈക്വലോ അല്ലെങ്കിൽ ചെറുതോ ആയിരിക്കും. ഓക്കെ, ഫോർ എവരി n. ഈ സുപ്രീമത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് അടുത്തത് എനിക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഒരു ബ്രാക്കറ്റിൽ കൊടുക്കാം. നമുക്ക് 2 റിസൾട്ട് ഉണ്ടല്ലേ? ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു m നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അപ്പം m നമുക്ക് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും, കാരണം ഇത് സുപ്രീമം ഉള്ള കൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ സുപ്രീമം ആകാനുള്ള ഡെഫിനേഷൻ എന്താ? a എന്ന് പറയുന്നത് സുപ്രീമം ആകണമെങ്കിൽ a-നേക്കാളും ചെറുതായിട്ടുള്ള ആരും എന്താവാനായിട്ട് പാടില്ല? സുപ്രീമം ആകാനായിട്ട് പാടില്ല. അപ്പോൾ m എന്ന് പറയുന്ന ഒരു മെമ്പർ എക്സിസ്റ്റ് ചെയ്യും. എന്തായിരിക്കും അയാളുടെ കണ്ടീഷൻ? am ബാർ എന്ന് പറയുന്നതിന് a മൈനസ് എപ്സിലോണിനേക്കാളും വലുതായിട്ടായിരിക്കണം അവർ നിൽക്കുന്നുണ്ടായിരിക്കുക. ബൈ ദ ഡെഫിനേഷൻ ഓഫ് സുപ്രീമത്തിൻ്റെ ഡെഫിനേഷൻ തന്നെ അതാണല്ലോ. a സുപ്രീമം ആകണമെങ്കിൽ a-നേക്കാളും ചെറുതായിട്ടുള്ള ഒരു നമ്പറിനെ പോലും കവർ ചെയ്യുന്ന രീതിയിൽ സീക്വൻസിൽ ആൾക്കാരുണ്ടായിരിക്കണം. ഓക്കെ, സെറ്റിലും ആൾക്കാരുണ്ടായിരിക്കണം. അപ്പം അത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a മൈനസ് എപ്സിലോണിനേക്കാളും വലുതായിട്ട് ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം, എന്നാലേ അത് സുപ്രീമത്തിൻ്റെ കണ്ടീഷൻ ഫോളോ ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കാം. അപ്പം ഇവിടെ നിന്ന് എന്താ കിട്ടിയിട്ടുള്ളത്? ഇൻഫിമങ്ങളെല്ലാം തന്നെ ഈ an താഴെ വരയിട്ട് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഫിമം ഓഫ് an പ്ലസ് 1 ഇങ്ങനെയുള്ള എല്ലാവരും തന്നെ ആരെക്കാളും ചെറുതാണ്? a എന്ന് പറയുന്ന ഒരു വാല്യൂവിനേക്കാളും, a അല്ല കേട്ടോ, a ബാറാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. a ബാറിനേക്കാളും എന്താണ്? a ബാറിനേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും ഫോർ എവരി n. എല്ലാവർക്കും ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഈ a ബാറിൻ്റെ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് എക്സിസ്റ്റ് ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് ഓൾസോ എ പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് ഇതിൻ്റെ ഡെഫിനേഷൻ ഇൻഫിമം ഓഫ് am പ്ലസ് 1 എന്ന് പറയുന്നവരെ ആരെക്കാളും വലുതായിരിക്കും? a ബാർ മൈനസ് എപ്സിലോണിനേക്കാളും വലുതായിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് കഴിഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, കുറേ എണ്ണുകൾക്ക് ഇത് ഓക്കെയാണ്. ഇൻഫിമം എന്ന് പറയുന്നത് a ബാറിനേക്കാളും ചെറുതോ ഈക്വലോ ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. വിച്ച് മീൻസ് നോക്കൂ, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസിന് എന്താണ്
എ ബാറിനേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കും. അപ്പൊ എ ബാറിനേക്കാളും ഒരു വലിയ നമ്പർ എ ബാർ പ്ലസ് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ എല്ലാ എ എന്നുകളും അതിനേക്കാളും സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയിരിക്കില്ലേ? ആയിരിക്കും. ഫോർ എവറി എൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫോർ ഇൻഫൈനൈറ്റ്ലി മെനി എൻ എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ റിസൾട്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഒരു പെർട്ടിക്കുലർ എം എടുത്തു കഴിഞ്ഞാൽ ആ എമ്മിന് ശേഷം വരുന്ന എല്ലാ ആൾക്കാരും തന്നെ ആരേക്കാളും വലുതായിരിക്കും? ഈ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് നമ്പറിനേക്കാളും വലുതായിരിക്കും. അപ്പം നമുക്കതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എമ്മിനേക്കാളും വലുതായിട്ട് വരുന്ന ഏതൊരു നമ്പർ എടുത്താലും അവരെല്ലാവരും തന്നെ എ എം എന്ന് പറയുന്ന ആൾക്കാർ ആരേക്കാളും വലുതായിരിക്കും? എൻ്റെ എ ബാർ മൈനസ് എപ്സിലോണിനേക്കാളും വലുതായിരിക്കും. ദർ എക്സിസ്റ്റ് ഒരു എം ഉണ്ടായിരിക്കും സച്ച് ദാറ്റ് ആ എമ്മിന് ശേഷം വരുന്ന സീക്വൻസിലെ എല്ലാ ടേംസുകളും തന്നെ എ ബാർ മൈനസ് എപ്സിലോണിനേക്കാളും വലുതായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇതാണ് രണ്ട് റിസൾട്ടുകളായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ സെക്കൻഡ് റിസൾട്ട്. നെക്സ്റ്റ് തിയറം എന്ന് പറയുന്നത് സീക്വൻസ് എ എന്ന് പറയുന്ന ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. അപ്പം ലിമിറ്റ് ഇൻഫീരിയർ എ എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ലിമിറ്റ് പോയിന്റ് ഓഫ് എ ആണ് എടുക്കുന്നത് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ പ്രൂഫായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മൾ പറഞ്ഞു വെച്ച പ്രകാരം സീക്വൻസ് എ എന്ന് പറയുന്നത് എങ്ങനത്തെ സീക്വൻസ് ആണ്? ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. പിന്നെ ലിമിറ്റ് ഇൻഫീരിയർ എ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് സ്മോളസ്റ്റ് ലിമിറ്റ് പോയിന്റ് ആകണം എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? എ ബാർ ഇസ് ദ സ്മോളസ്റ്റ് ലിമിറ്റ് പോയിന്റ്. ഇതാണ് എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പുള്ള തിയറത്തിൽ എന്താ പറയുന്നത്? ഇങ്ങനൊരു ബൗണ്ടഡ് സീക്വൻസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ലിമിറ്റ് ഇൻഫീരിയർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും ഹോൾഡ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഫോർ ഇൻഫൈനൈറ്റ്ലി മെനി വാല്യൂസ് ഓഫ് എന്നിന് എ എൻ എന്ന് പറയുന്നത് എ ബാർ പ്ലസ് എപ്സിലോണിനേക്കാളും ചെറുതായിരിക്കും. ഒരു ടെയിലൻ്റ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ എ എൻ എന്ന് പറയുന്നത് എ ബാർ മൈനസ് എപ്സിലോണിനേക്കാളും വലുതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം ഫോർ ഇൻഫൈനൈറ്റ്ലി മെനി എൻ നമ്മുടെ എ എന്നുകളെല്ലാം തന്നെ എ ബാർ പ്ലസ് എപ്സിലോണിനേക്കാളും ചെറുതായിരിക്കും. ആൻഡ് എ എന്നുകളെല്ലാം തന്നെ ഫോർ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് എമ്മിന് ശേഷം വരുന്ന എല്ലാ എ എന്നുകളും എ ബാർ മൈനസ് എപ്സിലോണിനേക്കാളും വലുതുമായിരിക്കും. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സീക്വൻസ് എ എന്നിന് ഈ എ ബാർ മൈനസ് എപ്സിലോണിൻ്റെയും എ ബാർ പ്ലസ് എപ്സിലോണിൻ്റെയും ഇടയിൽ വെക്കാലോ? പോസിബിളാണ്. ഫോർ ഇൻഫൈനൈറ്റ്ലി മെനി എന്നിന് അന്ന് പറഞ്ഞിട്ടുള്ളത്. ഫോർ ഇൻഫൈനൈറ്റ്ലി മെനി എന്നിന് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് എ ബാർ മൈനസ് എപ്സിലോൺ ആൻഡ് എ ബാർ പ്ലസ് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആര് വരുന്നുണ്ട്? സീക്വൻസിൽ നിന്ന് ഇൻഫൈനൈറ്റ്ലി മെനി മെമ്പേഴ്സാണ് വരുന്നത് അല്ലേ? മെനി മെമ്പേഴ്സ് ഫ്രം ദ സീക്വൻസ് എ എൻ. ഫോർ ഇൻഫൈനൈറ്റ്ലി മെനി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നുകൾക്കൊക്കെ ഓക്കെയാണ്. അത് എൻ്റെ അർത്ഥം എന്താ? എ ബാർ എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ സീക്വൻസ് എ എന്നിൻ്റെ ഒരു ലിമിറ്റ് പോയിന്റ് ആണ്. ഇത് സ്മോളസ്റ്റ് വൺ ആയിരിക്കുമോ? സ്മോളസ്റ്റ് ആണോ? ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട്, തൊട്ട് മുമ്പത്തെ തിയറം പറയുന്നത് ലിമിറ്റ് ഇൻഫിമം ഓഫ് എ എൻ എന്ന് പറയുന്നത് എ ബാർ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഫോർ ഇൻഫൈനൈറ്റ്ലി മെനി എന്നിൻ്റെ കേസിൽ ഇവരെല്ലാവരും തന്നെ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനേക്കാളും ചെറുതാണ്. പക്ഷേ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ഒരു എമ്മിന് ശേഷം വരുന്ന
എല്ലാ ടെയിലന്റ് പോർഷനും ആരേക്കാളും വലുതാണ്, എ ബാർ മൈനസ് എപ്സിലോണിനേക്കാളും വലുതാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലേ. അതായത് എമ്മിന് മുമ്പേ വരുന്ന ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. A1 A2 എക്സെട്ര AM എന്ന് പറയുന്ന ഫൈനൈറ്റ് നമ്പർ ഓഫ് AM-1 എന്ന് പറയുന്ന ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. ഇവര് അതായത് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസുകൾ ഇതിന്റെ നെയ്ബർഹുഡിൽ വരുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാത്തുള്ളൂ എൻ്റയർ സീക്വൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത്. ആ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് വെച്ചിട്ട് പുതിയൊരു ലീസ്റ്റ് ലിമിറ്റ് പോയിന്റിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. വേറൊരു ലിമിറ്റ് പോയിന്റ് അതർ ദാൻ എ ബാർ ഉണ്ടായിരിക്കണമെങ്കിൽ, ലൈക്ക് ബി ബാർ ഉണ്ടായിരിക്കണമെങ്കിൽ, ബി ബാറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ബി മൈനസ് എപ്സിലോൺ ബി പ്ലസ് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ സീക്വൻസിൽ നിന്ന് ഇൻഫൈനൈറ്റ്ലി മെനി മെമ്പേഴ്സ് വരണം. പക്ഷേ സീക്വൻസിൽ ഇവിടെ ആകെ ഫൈനൈറ്റ്ലി മെനി മെമ്പേഴ്സേ ബാക്കിയുള്ളൂ. ആ ഫൈനൈറ്റ്ലി മെനി മെമ്പേഴ്സിനെ വെച്ച് പുതിയൊരു ലിമിറ്റ് പോയിന്റ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ എ ബാർ എന്ന് പറയുന്നത് തന്നെയായിരിക്കും സ്മോളസ്റ്റ് ലിമിറ്റ് പോയിന്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അതിന് താഴെയുള്ള ഒരു ഏത് എ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്ന നമ്പർ, ലൈക്ക് ബി ബാർ എന്ന് പറഞ്ഞ് പുതിയൊരു എനേക്കാളും ചെറിയൊരു നമ്പറിനെ നിങ്ങൾ എവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നാലും അതിനൊരിക്കലും ഒരു ലിമിറ്റ് പോയിന്റ് ആകാനായിട്ട് പറ്റില്ല. റീസൺ എ ബാർ മൈനസ് എപ്സിലോൺ, അതായത് എ ബാറിനേക്കാളും ചെറുതായിട്ടുള്ള ഏത് നമ്പർ എടുത്താലും അതിൻ്റെ നെയ്ബർഹുഡിൽ എത്ര എലമെന്റ്സേ വരുള്ളൂ? ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എ ബാർ മൈനസ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എനേക്കാളും ചെറുതായിട്ടുള്ള ഒരു മെമ്പറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരിക്കലും ലിമിറ്റ് പോയിന്റ് ആകാനായിട്ട് പറ്റില്ല. സോ എ ബാർ ബി ദ സ്മോളസ്റ്റ് ലിമിറ്റ് പോയിന്റ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ.